അവൻ്റെ വീട്ടിലുള്ള ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ അവൻ ആശ്രയിക്കുന്ന കുറച്ച് വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്നും അവൻ സ്വയം പ്രേരിതനായിക്കൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ ഒരു ഹീറോ ആകണം എന്ന ഒരു ചിന്ത ഉണ്ടായി വരുന്നു. എൻ്റെ ഹീറോയിസം എങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും, എങ്ങനെ അവർ എൻ്റെ കാൽച്ചുവട്ടിലായിരിക്കാൻ പറ്റും എന്ന ചിന്ത വല്ലാണ്ട് വിറളി പിടിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുക. ഇതിനെ ചെയ്യാൻ പറ്റുന്ന സ്കൂളുകളിൽ ശക്തമായ രീതിയിലുള്ള കൗൺസിലിംഗ് വേണം. അത് ആ നിർബന്ധിതമായൊരു കൗൺസിലിംഗ് തന്നെ ആയിരിക്കണം. പലപ്പോഴും കൂടുതലായിട്ട് പെൺകുട്ടികൾക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ബോയ്സിന് കൊടുക്കുന്നില്ല? ഈ നിർബന്ധമായും എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിർബന്ധമായും കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തിരിക്കണം. അവിടെ അധ്യാപകർ രണ്ടാമത്തെ സ്കൂളാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അവൻ്റെ രണ്ടാമത്തെ വീടാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകർ അത്രയും അലേർട്ടായിരിക്കുകയും ഈ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു കൗൺസിലിംഗ് നൽകുകയും വേണം. നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിലൊക്കെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പിള്ളേർ ശ്രദ്ധിക്കാതെ. അപ്പോൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്റ്റൈലാണ്. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊച്ചിന് ഫോൺ കാണിച്ചു കൊടുക്കുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ആ ഫോണിന് അടിമയാകുകയാണ് ചെറുപ്പം മുതൽ തന്നെ. പിന്നെ അമ്മ എങ്ങോട്ടേലും പോകുമ്പോൾ ഫോൺ കൊടുക്കുന്നു, കുട്ടി എന്ത് കാണുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ പ്രവണതകളെല്ലാം അതിക്രമത്തിന് കാരണമാവുകയും മറ്റുള്ളവരെ കണ്ടമാനം ഉപദ്രവിക്കുന്നതിന് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള കൗൺസിലിംഗ് സ്കൂളുകളിൽ ആദ്യം കൊടുക്കണം. പിന്നെ പേരൻറ്റിങ് സ്റ്റൈൽ മാറേണ്ടിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളുമാണ് ബേസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം രണ്ടാമത്താണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ 16 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നടപടികളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബോധ്യമുള്ള ആളുകളാക്കി ഇവരെ മാറ്റുക. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഡ്രിൽ എന്ന് പറയുന്നൊരു പീരീഡ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് എല്ലാവരും കളിക്കാൻ പോകുമോ എന്ന് പറഞ്ഞു വിടുക. പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. കായികമായോ കലാപരമായോ അവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ അധ്യാപകർ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അതിനെ ആ വഴിയിലേക്ക് വിടുന്നതിന് അധ്യാപകർ കഴിയണം. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന എന്ത് കഴിവുണ്ടോ അത് കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു അധ്യാപകരെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ക്രിമിനൽ വാസനകൾ അവിടെ ഉദിക്കുകയാണ്. അതായത് സ്നേഹം, ക്ഷമ, ദയ എന്ന് പറയുന്ന മൂല്യങ്ങൾ ഇല്ലാതാകുന്ന എവിടെയോ അവിടെ അക്രമവാസന, ക്രിമിനൽ മൈൻഡ് ഉടലെടുക്കുകയും ചെയ്യും.